വൈറൽ പഴം അവൽ മിക്സ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്താണ് ഔട്ട്കം നോക്കാം. പഴം എടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. മാഷ് ആവണ്ടാന്ന് തോന്നുന്നു, കുറച്ച് ഇതായിട്ട് കിടക്കാൻ തോന്നുന്നു അല്ലേ. ഈ കൺസിസ്റ്റൻസി മതിയായിരിക്കും എന്ന് വിശ്വസിക്കാം. മറ്റൊരു പാനിൽ ബട്ടർ ചൂടാക്കുക. ബട്ടർ ചൂടായി. അപ്പോൾ അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇടുക. കാണിക്കാൻ മറന്നുപോയി, അവൽ വറുത്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. നല്ല ക്രിസ്പി അവൽ. ഉള്ളി ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് ഒരു കാര്യം കൂടെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. കുറച്ച് ശർക്കരയോ, ഇത് പാം ഷുഗറാണ്. ശർക്കര ഉണ്ട്, എനിക്ക് ശർക്കര എടുക്കാനുള്ള ഒരു സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പാം ഷുഗർ ആഡ് ചെയ്യാം. നല്ല മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താകുമോ എന്തോ ഒരു പിടുത്തവുമില്ല. ഇത് ഉള്ളി റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഉള്ളി എനിക്ക് തോന്നുന്നു ഒന്ന് ചുമന്ന് വന്നാൽ മതിയായിരിക്കും. മൂക്കണോ വേണ്ടതെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല, വീഡിയോ കണ്ട ഓർമ്മയില്ല. ആയിരിക്കും കുറച്ചുകൂടെ ഒന്ന് ചുമക്കട്ടെ അല്ലേ. റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് സൈഡിലോട്ട് വെച്ചിട്ട് നമുക്ക് വേറെ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ അതിൽ റെഡിയാക്കി എടുക്കാനുണ്ട്. കാഷ്യൂസ്, റൈസിൻസ്, അതും കൂടെ വെച്ച് ആഡ് ചെയ്യാം. റെഡിയായി വരട്ടെ, ഒന്നും കരിഞ്ഞു പോകാതെ. ഗ്രേപ്സ് റെഡിയായി വരുന്നുണ്ട്. ഗ്രേപ്സ് അല്ല, ഉണക്കുന്നത്. ഗ്രേപ്സ് തന്നെയാണ് ഉണക്കുന്നത് അല്ലേ. ഇപ്പം തന്നെ നല്ല മണം. വേണമെങ്കിൽ കുറച്ച് ജീരകമൊക്കെ ആഡ് ചെയ്യുമായിരിക്കും. എന്തായാലും ആദ്യം ഇങ്ങനെയൊന്ന് ആദ്യം ശ്രമിച്ച് നോക്കാം. അപ്പോൾ അടുത്ത പരീക്ഷണങ്ങളിലേക്ക് പിന്നെ കിടക്കാം. ഇതിലേക്ക് ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് ചേർക്കുക. അല്ലെങ്കിൽ ഇഞ്ചി നീര് ഒഴിക്കാം എന്ന് കണ്ടു, പക്ഷെ ഞാനതിൽ ഗ്രേറ്റ് ചെയ്തിരുന്നു. ഓക്കെ, കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിക്കാം. ഞാൻ ലെമൺ എക്സ്ട്രാക്റ്റാണ് ഒഴിക്കുന്നത്, അതുകൊണ്ട് ഒത്തിരി കൂടുതൽ ഒഴിച്ചാൽ ശരിയാവില്ല. ഓക്കെ, മതിയാവുമായിരിക്കും. മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോഴത്തേന് തേങ്ങാപ്പാൽ മിക്സും കൂടെ വേണം.
സാധാ പാൽ ചേർക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ജസ്റ്റ് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്യണം. ഓക്കെ, നമുക്കിനി പഴം മിക്സ് ഇതിലോട്ട് ചേർക്കാം. ഓക്കെ, ഞാൻ കണ്ട വീഡിയോയിലൊക്കെ തേങ്ങാപ്പാലും ബാക്കി മറ്റേ സാധാ പശുവും പാലും ഒക്കെ ചേർക്കുന്നതാണ്. പക്ഷെ ഞാൻ തേങ്ങ നല്ലോണം അരച്ചങ്ങ് ഒഴിക്കുകയാണ്. ഞാൻ പാല് സെപ്പറേറ്റ് പിഴിഞ്ഞെടുക്കാനൊന്നും പോയില്ല. തേങ്ങയും അവലും നല്ല കോമ്പിനേഷനാണല്ലോ. അപ്പം തേങ്ങ നല്ലതായിട്ട് അരച്ച് അത് തന്നെ അങ്ങ് ചേർക്കുകയാണ്. എന്താകുമെന്ന് ഒരു പിടുത്തവുമില്ല സുഹൃത്തുക്കളെ, ഇത് കാണാം. നമ്മുടെ മിക്സ് റെഡിയായി. ഞാൻ കുറച്ച് നല്ല തിളച്ച വെള്ളം കൂടെ ഒരു കപ്പ് തിളച്ച വെള്ളം കൂടെ അതിൽ ചേർത്തു. നമ്മുടെ താരം അവൽ വറുത്ത് വെച്ചത് അതും കൂടെ മിക്സ് ചെയ്യാണ്. എനിക്ക് അറിയില്ല എത്ര ക്വാണ്ടിറ്റി വേണമെന്ന്, എനിക്ക് തോന്നുന്നു ഇത്രയും മതിയായിരിക്കും. ഞാൻ എടുത്തതിൻ്റെ ഹാഫ് മിക്സ് ചെയ്തു. അപ്പം നമ്മുടെ അവൽ, പഴം, എന്താണ് തേങ്ങാപ്പാൽ, എന്തൊക്കെയോ മിക്സ് റെഡി ആയിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ രുചി വിവരം എന്നറിയാൻ നമുക്ക് ചേട്ടൻ്റെ അടുത്തോട്ട് പോകാം. ദ മൊമെന്റ് ഓഫ് ട്രൂത്ത്. ബിനോയ് ശങ്കർ ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയും. സത്യസന്ധമായ അഭിപ്രായം, കാരണം എനിക്കറിയില്ല അതിൻ്റെ ടേസ്റ്റ്, ഒരു പിടുത്തമില്ല. അവലായിട്ട് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാന്ന് പറയുക, അവല് വെറുതെ ഇതിന്റെ ടേസ്റ്റ് ആണ് അത്. ഞാനിപ്പോൾ എങ്ങനെയാ കമ്പയർ ചെയ്യാം? പക്ഷെ അവലിന്റെ ടേസ്റ്റ് ആണ് നല്ലത്. ഈ സാധനം ഇങ്ങനെ കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിഞ്ചറും ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ, ടേസ്റ്റ് ഒക്കെ ഉണ്ട്. പരീക്ഷണം മോശമൊന്നും ആയില്ല. ടേസ്റ്റ് പ്രശ്നമായിട്ടുള്ള ടേസ്റ്റ് ഒന്നുമില്ല. പക്ഷെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു രീതിയിലുള്ള ടേസ്റ്റ് അല്ല. ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഈ സാധനത്തിന് കുഴപ്പമില്ലല്ലോ, കഴിക്കാം, കഴിക്കബിൾ ആണ്. ഓക്കെ, ഗുഡ്, താങ്ക് യു.